സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലതെറ്റിയ വ്യക്തിയുടെ വികാരപ്രകടനമായി കാണാൻ കഴിയില്ല. RSSും പരിവാറും 100 വർഷം കൊണ്ട് സൃഷ്ടിച്ച അസഹിഷ്ണുതയാണ് പ്രകടമായതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. സേഫ് സെയിൻ ലാബ്ദിൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇത് ഒറ്റപ്പെട്ട അക്രമ സംഭവമായോ സമനില തെറ്റിയ വ്യക്തിയുടെ വിക്രിയയായോ ഇതിനെ നിസ്സാരവൽക്കരിക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നത്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അക്രമോത്സുക രാഷ്ട്രീയം തന്നെയാണ് പരിശോധിക്കേണ്ടതും തുറന്നു കാട്ടേണ്ടതും. അതാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു അഭിഭാഷക വേഷധാരി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ ഈ ഷൂ എറിഞ്ഞത്. നിലതെറ്റിയ വ്യക്തിയുടെ വികാരപ്രകടനമായി മാത്രം അതിനെ ചുരുക്കി കാണാൻ കഴിയില്ല. സംഘപരിവാറിന്റെ വിഷലിപ്തമായ വർഗീയ പ്രചരണമാണ് കാണാൻ കഴിയുന്നത്. അത് അപകടകരമായ മാനസിക നിലയിലേക്ക് വ്യക്തികളെ കൊണ്ട് എത്തിക്കുന്നതാണ്. വെറുപ്പും അപരവിദ്വേഷവും ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് പരമോന്നത കോടതിക്ക് മുന്നിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. RSSും അതിന്റെ പരിവാറും 100 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത അസഹിഷ്ണുതയാണ് ഇതിന്റെ ഇന്ധനമായി കാണാൻ കഴിയുന്നത്. മഹാത്മാഗാന്ധിക്ക് നേരെ നിറയൊഴിക്കാൻ മടിച്ചിട്ടില്ലാത്ത വർഗീയ ഭ്രാന്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അമൃത. ശരി സേഫ്.